അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിനെ ഏറെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും രണ്ടാം ക്രിസ്തു സഭ വിളിച്ച ഈ വിശുദ്ധൻ്റെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടെ നേരുന്നു. ഈ വിശുദ്ധന മാതൃക നമുക്കും പ്രചോദനമാകട്ടെ. ആരുടെ വാക്കുകളാണ് ദൈവം കേൾക്കുക എന്നതിനെക്കുറിച്ച് ലോകപ്രശസ്ത എഴുത്തുകാരനായ പൗലോ കൊയ്ലോ തൻ്റെ ഫിഫ്ത്ത് മൗണ്ടൻ എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്: വെറുപ്പും വിദ്വേഷവും കലരാത്ത ശുദ്ധമായ മനസ്സിൻ്റെ വാക്കുകളാണ് ദൈവം കേൾക്കുക. ഈ ഒരു വായന, അതിനോട് ചേർന്നുള്ള ചിന്തകൾ എന്നെ എത്തിച്ചത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിലേക്കാണ്. വെറുപ്പും വിദ്വേഷവും ഇല്ലാത്ത ശുദ്ധമായ മനസ്സിൻ്റെ വാക്കുകളുമായിട്ട് ദൈവത്തോട് ഏറ്റവും അടുത്ത് നിന്ന ഒരു ജീവിതമായിട്ടാണ് അസീസിയിലെ ഫ്രാൻസിസിനെ ഞാൻ മനസ്സിലാക്കുക. ഒത്തിരിയേറെ സമയം പ്രാർത്ഥിക്കാനായിട്ട് ഞാനും എൻ്റെ സമയം മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം എൻ്റെ പ്രാർത്ഥനയിലും ഞാൻ തന്നെ തിരിച്ചറിയുന്നത് എവിടെയൊക്കെയോ കുറേ സ്വാർത്ഥതയുടെ അംശങ്ങൾ, എനിക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹങ്ങൾ, എൻ്റെതായ അഭീഷ്ടങ്ങളെല്ലാം കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അസീസിയിലെ ഫ്രാൻസിസ് ആരെ സേവിക്കുന്നതാണ് ഉത്തമം എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുത്തുകൊണ്ട് പുതിയൊരു ജീവൻ തുടങ്ങുമ്പോൾ ആ നിമിഷം മുതൽ എന്തെങ്കിലും ആകണം, അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം എൻ്റെ പിന്നാലെ വരണം എന്നുള്ള സ്വാർത്ഥമോഹങ്ങളൊന്നുമില്ലാതെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് കിട്ടിയ ആ വിളിക്കും ആ ജീവിതത്തിന് മാത്രം കൃത്യമായിട്ട് ഉത്തരം കൊടുത്തുകൊണ്ട് ഏറ്റവും നിസ്വാർത്ഥതയിൽ ദൈവത്തിന് പ്രിയപ്പെട്ടവനായിട്ട് ജീവിച്ചു എന്നാണ് ഞാൻ തിരിച്ചറിയുക. ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോഴും അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴും ഈ ഒരു മനുഷ്യൻ ലോകത്ത് അനേകരെ പ്രചോദിപ്പിക്കുന്നതിന് കാരണം ഈ സ്വാർത്ഥതയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, വെറുപ്പില്ലാത്ത ഹൃദയത്തോടുകൂടെ അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റിയെന്നതാണ്. തൻ്റെ കൂടെയുള്ളവരുടെ പക്കൽ നിന്ന് പോലും തിരസ്കരണം വന്നപ്പോൾ, അവരുടെ പോലും സ്നേഹമില്ലാത്ത വാക്കുകൾ കേൾക്കേണ്ടി വരുമ്പോഴും ഫ്രാൻസിസ് ഒരിക്കലും നിരാശപ്പെട്ടതായിട്ടോ സങ്കടപ്പെട്ടതായിട്ടോ ഞാൻ അറിയുന്നില്ല. കാരണം അദ്ദേഹത്തിന് കൃത്യമായിട്ടും അറിയാമായിരുന്നു തൻ്റെ പക്കൽ കിട്ടിയ ഈ ഒരു വ്യക്തത, ദൈവത്തോടൊപ്പമായിരിക്കുക എന്നുള്ള ആ ഒരു ഉറപ്പ്, പ്രത്യേകിച്ച് സാൻ ഡാമിയാനോ ദേവാലയത്തിൽ നിന്ന് തുടങ്ങിയ ആ ഒരു പുതിയ ജീവിത ശൈലിയും രീതിയുമെല്ലാം ആ മനുഷ്യനെ കൊണ്ടുപോകുന്നത് ആ ഒരു വിശുദ്ധമായ അനുഭവത്തിലേക്കാണ്. ഞാൻ ഈ കാലഘട്ടത്തിൽ, ഈ ഒരു സമയത്ത് അസീസിയിലെ ഫ്രാൻസിസിനെ ഒരിക്കൽ കൂടി ഓർക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് എത്രമാത്രം എൻ്റെ ഈശോ ആവശ്യപ്പെടുന്നത് പോലെ, ആഗ്രഹിക്കുന്നത് പോലെ ശാന്തമാകാൻ പറ്റുന്ന, സ്വാർത്ഥതയില്ലാതെ ജീവിക്കാൻ പറ്റുന്ന, അവരെ സ്നേഹിക്കാൻ പറ്റുന്ന, അവരിന് വേണ്ടിയിട്ട് ജീവിതം പകുത്തു കൊടുക്കാൻ പറ്റുന്ന നന്മയുള്ള ജീവിതത്തിൽ എത്താൻ പറ്റും എന്നൊരു ചോദ്യവും അന്വേഷണവും ഒക്കെ ഈ മനുഷ്യൻ തുടങ്ങി വെച്ചതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. ആ മനുഷ്യൻ്റെ വഴികളിലൂടെ സ്വാർത്ഥതയില്ലാതെ ജീവിക്കാൻ, കുറേ കൂടെ സ്നേഹത്തോടുകൂടെ എല്ലാവരെയും കാണാൻ, ഏത് മതത്വവും ജാതിയും എന്തുമാകട്ടെ എല്ലാ മനുഷ്യനുമുള്ള ദൈവത്തെ കാണാനായിട്ട് ഈ മനുഷ്യൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു. അതിനുള്ള സാധ്യതയിലേക്ക് ഈ വലിയ തിരുനാൾ നമ്മെ കൊണ്ടുപോകട്ടെ. എല്ലാവർക്കും നന്ദി.